കഴിഞ്ഞ ദിവസം എൻ്റെ ഒപ്പിഡിൽ ഒരു പേഷ്യന്റ് വന്നായിരുന്നു. ഒരു 25-year-old ഫീമെയിൽ ആണ്. അവൾക്ക് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. ഇവള് ഭർത്താവുള്ള ചെവിയുടെ നോക്കിയിട്ട് അടിച്ചു. എന്നിട്ട് അവൾക്ക് ഇപ്പൊ ചെവി കേൾക്കാനില്ല. അതുകൊണ്ടാണ് ഇപ്പൊ എൻ്റെ അടുത്ത് വന്നേക്കണേ. ഞാൻ ചോദിച്ചപ്പോ അവളുടെ പാരന്റ്സിന്റെ മുന്നിൽ വെച്ചിട്ടാണ് അവളെ തല്ലിയത്. പക്ഷെ അപ്പൊ പാരന്റ്സ് ഒന്നും പറഞ്ഞില്ല. എപ്പോഴും പറയാറുള്ള പോലെ നീ അഡ്ജസ്റ്റ് ചെയ്യേ എന്നാണ് അത്ര രണ്ട് വീട്ടിലെ ആൾക്കാരും പറയുന്നത്. എങ്ങനെ ഒരു പാരന്റിന് സ്വന്തം കുട്ടീനെ ഒരാൾ തല്ലേണ കാണുമ്പോൾ ഒന്നും പറയാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഞാൻ അവളോട് പറഞ്ഞു, നമ്മളുടെ ശരീരത്ത് നമ്മുടെ അനുവാദമില്ലാതെ തൊടാനോ നമ്മളെ ഉപദ്രവിക്കാനോ ഉള്ള അവകാശം ആർക്കും ഇല്ല. അത് ഭർത്താവായാലും ഇല്ല. അപ്പം അത് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നീ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് പോസിബിലിറ്റീസിനെ പറ്റി സംസാരിച്ചു. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദീസ് കൈൻഡ് ഓഫ് മെൻ വിൽ എവർ ചേഞ്ച്. സോ നിങ്ങളും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ മക്കളെ ജസ്റ്റ് ഗെറ്റ് ഔട്ട്. സോ യുവർ ലൈഫ് ഇസ് വർത്ത് സംതിങ്. യു ക്യാൻ ഡു ഇറ്റ്. എനിക്കറിയാം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ആൾക്കാർ, അവരുടെ ചിന്താഗതി ഒക്കെ ഡിഫറെന്റ് ആണ്. ബട്ട് ദർ ആർ ഫ്യൂ ഗുഡ് പീപ്പിൾ, ദർ ആർ പീപ്പിൾ ഹു ക്യാൻ ഹെൽപ്പ് യു. സോ ഗെറ്റ് ഹെൽപ്പ്. സോ എനിവേസ്, അപ്പം ഈ കുട്ടി അടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ചെവി കേൾക്കണില്ല. എന്തൊക്കെയായിരിക്കും അതിന്റെ കാരണങ്ങൾ? അപ്പം ഞാൻ ചെവി നോക്കിയപ്പം ഓൾറെഡി ചെറിയൊരു ട്രോമാറ്റിക് പെർഫറേഷൻ എന്ന് പറയും. അടിച്ചതിന് ശേഷം നമ്മുടെ പാടയിൽ ചെറിയൊരു ഓട്ട വീണിട്ടുണ്ട്. ഈ ട്രോമാറ്റിക് പെർഫറേഷനും സാധാരണ പെർഫറേഷനും നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? സാധാരണ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം വരുന്ന പെർഫറേഷൻ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഈ എപ്പോഴും ഈ പഴുപ്പ് വരിക അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടല്ലോ, അതിന് നമ്മൾ COM എന്നാണ് പറയാ. അതാണ് കോമൺ ആയിട്ട് പെർഫറേഷൻ വരിക. അപ്പം അതിന്റെ പെർഫറേഷൻസ് ഒക്കെ ഇതുപോലെ ഓട്ടയുടെ എഡ്ജസ് ഒക്കെ സ്മൂത്ത് ആയിരിക്കും. പക്ഷെ ട്രോമാറ്റിക് പെർഫറേഷൻസിന് കുറച്ച് അതിന്റെ എഡ്ജസ് ഒക്കെ ഭയങ്കര അൺഈവൺ ആയിരിക്കും, ഇതുപോലെ ആയിരിക്കും. സോ ഇവൾക്കും അതുപോലെ ഉണ്ടായിരുന്നു. ചെറിയ ബ്ലഡ് സ്പോട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് നമ്മൾ യൂഷ്വലി എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യാം? പാടയ്ക്കല്ലാതെ ഉള്ളിൽ വേറെ ഒന്നിനും ഇഞ്ചുറി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ മെഡിസിൻസ് തന്നെയാണ് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാറ്. ഒരു 4 to 6 വീക്സിനുള്ളിൽ അത് താനെ മാറിക്കോളും. ഇടയ്ക്ക് നിങ്ങളൊന്ന് ENT സർജനെ കണ്ട് അതിന്റെ പ്രോഗ്രസ് ഒന്ന് നോട്ട് ചെയ്യണം. ഓട്ടയുടെ സൈസ് ചെറുതാവുണ്ടോന്നും കേൾവിക്കുറവുണ്ടോന്നും ഒക്കെ നോക്കണം. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ആൻഡ് മാറിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ ഫർദർ ട്രീറ്റ്മെന്റ്, ഫോർ എക്സാമ്പിൾ സർജറിനെ പറ്റിയിട്ടൊക്കെ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും അതിന്റെ സൈസ് അനുസരിച്ച്. സോ യാ, താങ്ക് യു.